ഞങ്ങൾ ഡെയിലി സംസാരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ വ്യക്തിയോട് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിച്ചതും ഞാൻ രാത്രി 9:30 ഞാൻ ഈ പ്ലാൻ കേൾക്കുന്നു. എന്റെ വീട്ടിൽ നിന്ന് ശ്രീഷ് വാറാടും ശ്രീദാസ്ജിയും എന്റെ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് 11 മണിക്കാണ്. ആ 11 മണിക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ ആർക്കോട് പറഞ്ഞത്, ഞാൻ ഫോൺ ചെയ്തിട്ടുള്ള 2 വ്യക്തികൾ അങ്ങോട്ട് വരുന്നുണ്ട്, അവരൊരു ജോയിനിങ് ഫോം തരായിരുന്നു, ഒപ്പിടണം. കഴിഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു, ഇവര് ചെന്നു, അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. പ്ലാൻ കേട്ടോ ഇല്ല, എന്താന്ന് വെച്ചാൽ ഇല്ല. അത് അത്രേ ഉള്ളൂ. കാരണം നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളായത് കൊണ്ട്, അത്രയും ഒരു വാടാ ബോർഡർ ടേംസ് ആയതുകൊണ്ട് ഇത്രയും നമുക്ക് പണിയുള്ളൂ. അവരെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരത്തിലുള്ള പാരന്റൽ ഈഗോസ്റ്റേറ്റുള്ള ആളുകൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും അപ്പോയിന്റ്മെന്റ് എടുക്കുക. അത് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ അത്രയും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് മാറും. എന്നെ സംബന്ധിച്ച് പറയാൻ ഞാൻ ആ ഭാഗം വളരെ മോശപ്പെട്ട രീതിയിൽ ഇൻവിറ്റേഷൻ നടത്തിയൊരു വ്യക്തിയാണ്. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് അത് വരുന്ന ഡയറക്ടറി മേഖലയ്ക്ക് വരുന്ന സമയത്ത് ഈ തരത്തിൽ എന്റെ വളരെ അടുത്ത ഫ്രണ്ട്സിനോടൊക്കെ ഞാനിത് ചെയ്തു. അപ്പൊ നമുക്കതൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി തരും, അല്ലെങ്കിൽ നമുക്കൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി തരും. കാരണം നമുക്കത് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സിനിമയിലാണെങ്കിൽ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാനും അത് സംവിധാനം ചെയ്യാനൊക്കെ സംവിധായകരും വളരെ ഈസിയായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് അപ്ലൈൻ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് തന്നു. ആ സ്ക്രിപ്റ്റ് ചെയ്ത് തന്നപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് പ്രകാരം വായിച്ചു. പക്ഷെ എന്റെ അപ്ലൈൻ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അഡൽട്ട് ഈഗോ അങ്ങനെ ഉണ്ടല്ലോ, അതുപോലത്തെ ആ ഒരു സാധനം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും ഒരേപോലെ ഞാൻ വിളിച്ചത്. അപ്പൊ എന്റെ വളരെ അടുത്ത് ഇന്നലെ വരെ കണ്ട ഫ്രണ്ട്സിനെ വരെ ഞാൻ വിളിച്ചു. ഹലോ, ഇപ്പോ എന്റെ ഒരു ഫ്രണ്ടാണ് ഷാജി എന്നാണ് അയാളുടെ പേര്. ഹലോ ഷാജി അല്ലേ, ഞാൻ പിന്നെ ഒരു പുതിയൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പുതിയ പ്രൊജക്ടിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആളെ എന്റെ അടുത്ത് എഗൻസ്റ്റ് ആയി. ആളെ എഗൻസ്റ്റ് ആയത് മാത്രമല്ല, ആള് എഗൻസ്റ്റ് ആയി എന്റെ കുറെ ഫ്രണ്ട്സ് ആളെ എഗൻസ്റ്റ് ആക്കി. കൂടെ പറഞ്ഞ ഞാൻ ഈ ഡയറക്ട് സെല്ലിംഗ് വന്നതിന് എന്റെ വീട്ടിലേക്ക് വരുന്ന വഴികളില് പിന്നെ പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്തു, ഡയറക്ട് സെല്ലിങ്ങിനെതിരായിട്ട്. കാരണം ഞാൻ ചെയ്യുന്ന കമ്പനിക്ക് എതിരായിട്ട് പോസ്റ്റർ ഒട്ടിക്കുക. അപ്പൊ അവിടെ എനിക്ക് സംഭവിച്ചത്, ഞാൻ അവരുടെ ഈഗോയെ ഞാൻ എന്ത് ചെയ്യും, വ്രണപ്പെടുത്തി. കാരണം അതിനെ ഞാൻ അവർക്ക് തോന്നി ഞാൻ ആക്കി സംസാരിച്ചാന്ന് തോന്നിയിട്ടുണ്ടാവാം, എന്താണെന്ന് എന്നല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ലെവലിൽ ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്. അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവര് നമ്മളെ അങ്ങനെ ശരിക്കും കണ്ടിട്ട് നമ്മളെപ്പോഴും നമ്മളോട് ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, ഒരേ ലെവലിൽ ഒരേ വൈബിൽ നിൽക്കുന്ന ആളുകളാണ്. ഇത് നെക്സ്റ്റ് വരുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. ചൈൽഡ് ഈഗോസ് എന്താണ്? കുട്ടികളുടെ മൈൻഡ് സെറ്റ്. കാരണം ഇവരെപ്പോഴും ചിരിച്ച് കളിച്ച് ഒരു സീരിയസ് ഉണ്ടാവില്ല, അങ്ങനെ ആ ലെവലിൽ നടക്കുന്ന ആളുകളായിരിക്കും. പ്രത്യേകിച്ച് ഒരു സീരിയസ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. അവരെന്താ ഇങ്ങനെ എപ്പോഴും ഒരു കളിച്ചിരിയും തമാശയൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളെ ലിസ്റ്റിലുണ്ടാവും. ഇവരെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം? ഇവരെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഇപ്പൊ ഒരു കുട്ടിയായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നമുക്കത് ഇതില്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ആ ഒരു ലെവലിൽ ഇപ്പൊ നിങ്ങളെ ഞാൻ വിളിച്ചിട്ട് ആ ലെവലിൽ ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിവുള്ള വ്യക്തിയാണല്ലോ, അപ്പൊ എനിക്ക് ഒരു പ്രൊജക്ടിനോട് സംസാരിക്കാൻ എന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും അത് വർക്കൗട്ട് ആവില്ല. രണ്ടാമത്തെ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ആ ലെവലിൽ ഒരിക്കലും വർക്കൗട്ട് ആയില്ല. അപ്പൊ അവിടെ കുട്ടികളെ ഞാൻ എന്ത് ചെയ്യണം, ഒരു ഉപദേശകന്റെ റോളിൽ ഞാൻ സംസാരിക്കും. ആ ഉപദേശം ഞാനൊരു പാരന്റ് ആയിട്ട് ഞാൻ സംസാരിക്കും. കുട്ടികളെ എപ്പോഴും ഇഷ്ടപ്പെട്ട പാരന്റ്സ്. അപ്പൊ പാരന്റ് ആയിട്ട് ഞാൻ സംസാരിക്കും. അപ്പൊ അവിടെ ഞാൻ സംസാരിക്കേണ്ട വ്യക്തി അത്തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആളോട് ഞാൻ സംസാരിക്കേണ്ടത്, ഞാൻ വിളിച്ചതിന് ശേഷം പറയണം, ഹലോ, ഞാനൊരു സീരിയസ് ആയിട്ടൊരു കാര്യം നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാവും. അപ്പൊ എന്തായാലും നീ ഇത് കേട്ടതിന് ശേഷം നീ തീരുമാനിക്കണം. എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടേക്കാം. അപ്പൊ നാളെ ഒരു പണി ചെയ്യണം. നാളെ ഒന്നുകിൽ നീ എന്റെ വീട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് വരും, നിങ്ങൾക്ക് ഏതാ സൗകര്യം ചോദിക്കാം. അപ്പൊ ആള് പറയും ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് അങ്ങോട്ട് വരാമെന്ന് പറയും. അപ്പൊ ആള് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഇത് ആ ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റുള്ള ആളുകളാണ്. അവരെ ഒരിക്കലും നമ്മൾ വ്രണപ്പെടുത്തരുത്. അവർ ആ ലെവലിൽ നമ്മൾ വിളിക്കുക. നമ്മളൊരു ഉപദേശകനോ അല്ലെങ്കിൽ നമ്മളൊരു പാരന്റൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ലെവലിൽ നമ്മൾ സംസാരിച്ച് ഇങ്ങോട്ട് പോയി ഇന്നലെ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ആ മോഡലിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻവിറ്റേഷൻ തുടങ്ങുന്നതിന്റെ മുന്നേ ഈ 3 തരത്തിലായിട്ട് നിങ്ങൾ ഇത് മാറ്റി എഴുതിയതിനു ശേഷം അതിൽ ഓരോ ലെവലിൽ
ആളുകൾ നിങ്ങൾ ഇത്തരത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. കാരണം അത് ഉറപ്പാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ജസ്റ്റ് കുളം തോണ്ടിയ ഒരാളാണ്. പക്ഷെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് എനിക്ക് റിസൾട്ടുകൾ തുരുതുരാ വരാൻ തുടങ്ങിയത്. കാരണം ഒരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കുക. കാരണം ഒരാളെ എങ്ങനെ ഹേർട്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതിൽ PGയും ഡബിൾ PG ഒക്കെ എടുത്തുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അത്രമാത്രം ഒരാൾ എൻ്റെ അടുത്ത് ഒരാൾ ആദ്യം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഞാനാണ് വലിയവൻ, എനിക്ക് കുറെ അറിവുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ആളോട് സംസാരിക്കും. അതവിടെ കൊളാപ്സ് ആയിട്ട് പോകും. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയതോട് കൂടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ തിരുത്താൻ തുടങ്ങി. ആ ഒരു തിരുത്തിയിട്ട് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി കുറച്ച് കാര്യം കൂടി സംസാരിച്ച ശേഷം ഞാൻ ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. കാരണം ഇൻവിറ്റേഷൻ എന്ന് പറയും, ഇൻവിറ്റേഷൻ ഒരിക്കലും നമുക്ക് ഒരു ബാലി കയറ മലയല്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിതൊരു ബാലി കയറ മല ആവില്ല. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കൊരു ബാലി കയറായിട്ട് മലയായിട്ട് നമുക്ക് തോന്നുന്നത്. പലപ്പോഴും തുടക്കത്തിലുള്ള ആളുകളൊക്കെ തെറ്റ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നേരിട്ട് അങ്ങോട്ട് വിളിക്കും, എല്ലാവരും വിളിക്കും. വിളിച്ചിട്ട് എന്ത് ചെയ്യും, ഞാൻ മെസ്സേജ് ജോയിൻ ചെയ്തിട്ടുണ്ട്, എന്നെ കൂടെ ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കും. അതോട് കൂടിയിട്ട് പിന്നെ അവര് വിളിച്ചാൽ ഫോൺ എടുക്കാതെ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ നമ്മളെ മാർക്കറ്റിലുള്ള ആളുകൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ പുറത്തുള്ള ആളുകൾ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ച് ഇവർക്ക് പലതരത്തിലുള്ള അറിവുകളുണ്ട്. അപ്പൊ നമ്മൾക്ക് കിട്ടിയുള്ള അറിവ് കഴിഞ്ഞാൽ വെസ്റ്റേജിനെ കുറിച്ചുള്ള പോസിറ്റീവായുള്ള അറിവുകളായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ പോസിറ്റീവായുള്ള അറിവുകളേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള അറിവുകളായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ കൂടെ പിന്നെ അവരുടെ ഏതെങ്കിലും ബന്ധു വെസ്റ്റേജിൽ ജോയിൻ ചെയ്ത് പണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ പലതരത്തിലുള്ള തേർഡ് പാർട്ടി ആയിട്ടും പലതരത്തിലുള്ള അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്യുന്നത്, അവര് തീർച്ചയായിട്ടും അതിൽ നിന്ന് നമ്മളിന്ന് വിട്ടു നിൽക്കാനുള്ള കാരണം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യം തന്നെ കയറിയിട്ട് വെസ്റ്റേജ് പറഞ്ഞുകൊണ്ട് വെസ്റ്റേജ് മോശമായത് കൊണ്ടല്ല, വെസ്റ്റേജ് നമ്പർ 1 കമ്പനി, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഏകദേശം 3000 കോടിക്ക് അടുത്ത് ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളെ കയ്യിലുള്ളത്. കാരണം ശരിക്കും അത്രയും വാല്യൂ ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ ഇത് പലപ്പോഴും നമ്മളൊരാളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇത് കൊടുക്കരുത്. അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മൾ അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രസന്റ്, അല്ലാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ആ ഒരു കാര്യത്തിന് പ്രസന്റ് ചെയ്ത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു കാര്യം എത്ര നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിവുണ്ടെങ്കിലും, എത്ര ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും, എല്ലാ കഴിവുകളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾക്കില്ലേ. അതുപോലെ പ്രൊഡക്റ്റിനെ പറ്റി വെൽനസ് കൊടുക്കാനാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പ്ലാൻ പ്രസന്റേഷൻ ആണെങ്കിലും ഇൻവിറ്റേഷൻ പ്രോപ്പർ അല്ല എങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടില്ല. അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല എന്നെങ്കിൽ നമുക്കവിടെ പ്ലാൻ പ്രസന്റ് ചെയ്യാനോ വെൽനസ് പ്രസന്റ് ചെയ്യാനോ സാധിക്കില്ല. അപ്പൊ എല്ലാറ്റിന്റെയും ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ തന്നെയാണ്. അപ്പൊ ഇൻവിറ്റേഷൻ ആണ് നമ്മളെ ഈ ബിസിനസ് വളർത്തുന്നത് മനസ്സിലാക്കുക. അത് പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നതിന് ശേഷം, അതായത് നിങ്ങൾ ഒരാളെ വിളിക്കുന്നതിന് മുന്നേ ആ ആളെ വിളിക്കുന്നതിന് നിങ്ങളൊന്ന് ആക്ട് ചെയ്ത് നോക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെ സംസാരിച്ച് നോക്കുക. ഞാനിതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കണ്ണാടിയിലെ മുമ്പിൽ നിന്ന് ആളോട് സംസാരിക്കുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷമാണ്. കാരണം ഒരുപാട് പാളിച്ചകൾ, തുടക്കത്തിൽ ഒരുപാട് പാളിച്ചകൾ വന്നു. ഇപ്പൊ ഒരു 100 പേരൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വെറും 10-20 ആളുകളെ നമുക്ക് അപ്പോയിന്റ്മെന്റ് തരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ രീതിയിൽ ഒരു 100 പേരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 99 പേര് നമുക്ക് അപ്പോയിന്റ്മെന്റ് തരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് പഠിച്ചെടുത്തു. അല്ലാതെ ഇപ്പൊ നമ്മുടെ കഴിവല്ല, നമ്മളത് ആ സ്കില്ലിനെ നമ്മൾ സ്വായത്തമാക്കിയതുകൊണ്ട് നമുക്ക് വന്നു ചേർന്ന ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്ന് അതെല്ലാം റിസൾട്ടാക്കി മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കറിയാം എന്തിലും 80-20 പ്രിൻസിപ്പിൾ ആണ്. ലോ ഓഫ് ആവറേജ് എന്ന നിയമം എല്ലാത്തിലും വർക്ക് ചെയ്യും. പക്ഷെ അത് തുടക്കക്കാരെ സംബന്ധിച്ച് 80-20 പ്രിൻസിപ്പിൾ ആവും. കാരണം 100 ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ 20 പേരാവും അപ്പോയിന്റ്മെന്റ് കിട്ടുക. പക്ഷെ അത് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലൂടെ കയറി വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് ഈ ലോ ഓഫ് ആവറേജുള്ള റേഷ്യോ നിങ്ങൾക്ക് മാറും. അത് കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾ 80-20 എന്നുള്ളത് 50-50 ആയിട്ട് മാറും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ 80-20 നേരെ തിരിയാൻ തുടങ്ങും. അതായത് നിങ്ങൾ 100 പേരെ വിളിക്കുമ്പോൾ 80 പേര് യെസ് പറയും, 20 പേര് നോ പറയുന്ന ലെവലിലേക്ക് മാറും. പിന്നെ അത് അവിടുന്ന് മാറിയിട്ട് 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങൾ മാറും.